അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് ആദ്യം തന്നെ മുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങയും കുറച്ച് തൈരവും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലേക്ക് പിടിക്കും. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലയും തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നിറഞ്ഞാൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബാലൻസ് എണ്ണയില്ല അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ 2 പച്ചമുളക് കീറിയതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. പിന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി എപ്പോഴും ചെറുങ്ങനെ കട്ട് ചെയ്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ വാടി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ കുടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ലാസ്റ്റ് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്താൽ മസാല ഇവിടെ റെഡിയായി. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ കൂടി ഇട്ടാൽ നമ്മുടെ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡിയായിട്ടാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഒരു മസാലയൊക്കെ ആ ചിക്കനൊക്കെ തന്നിട്ടാണ്. കാരണം നമ്മൾ വേറെ പൊടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കളറും കൂടി വേണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കളറാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊന്നും മസാലയിൽ ചേർക്കാൻ പാടില്ല. പിന്നെ നമുക്ക് വേറൊരു പാനിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള ഇതൊക്കെ വറുത്തെടുക്കണം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സവാള ഇങ്ങനെ വറുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് തന്നെ വഴറ്റിട്ടാണ്. പിന്നെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് സമയം